ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത് എന്ന് പറയണമെങ്കിൽ ഐ ലിവ് ഇൻ കൊച്ചി എന്ന് പറയണോ ഐ ആം ലിവിങ് ഇൻ കൊച്ചി എന്ന് പറയണോ? ഇത് കുറേ പേർക്കുള്ള ഒരു ഡൗട്ടാണ്. അപ്പം നമുക്കതൊന്ന് നോക്കാം. ഇപ്പം ഐ ലിവ് ഇൻ കൊച്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ പെർമനൻ്റ് ആയിട്ട് കൊച്ചിയിലാണ് താമസിക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇപ്പം നമ്മൾ കുറച്ച് നാളത്തേക്ക് നമ്മളിപ്പോൾ ബാംഗ്ലൂരാണ് താമസം. അപ്പോൾ നമ്മൾ പറയും ഐ ആം ലിവിങ് ഇൻ ബാംഗ്ലൂർ. അപ്പോൾ അവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഐ ആം ലിവിങ് ഇൻ ബാംഗ്ലൂർ വിത്ത് മൈ സിസ്റ്റർ എന്ന് പറയുമ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. അതിപ്പോൾ അപ്പം അതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു താമസമാണ്. താൽക്കാലികമായിട്ട് നമ്മൾ ബാംഗ്ലൂരാണ് താമസിക്കുന്നത് എന്ന് പറയാനാണ് ഐ ആം ലിവിങ് ഇൻ ബാംഗ്ലൂർ എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ സ്ഥിരം താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ ഐ ലിവ് ഇൻ കൊച്ചി, ഐ ലിവ് ഇൻ കേരള എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥലം കേരളമാണ്. പക്ഷെ ഇപ്പോൾ ഐ ആം ലിവിങ് ഇൻ ഡൽഹി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ താമസിക്കുന്നത് ഡൽഹിയിലാണ്. മനസ്സിലായല്ലോ? ഇനി 2020 മുതൽ ഞാൻ ബാംഗ്ലൂരാണ് താമസിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഐ ആം ലിവിങ് ഇൻ ബാംഗ്ലൂർ സിൻസ് 2020 എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അല്ല. അപ്പോൾ നമ്മൾ എന്ത് പറയണമെന്ന് വെച്ചാൽ ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ബാംഗ്ലൂർ സിൻസ് 2020 എന്ന് പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ 2020 മുതൽ ഇതുവരെ, അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ബാംഗ്ലൂരാണ് താമസിക്കുന്നത് എന്ന് പറയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അല്ല, അതായത് ഇപ്പോൾ ഐ ആം ലിവിങ് ഇൻ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടെമ്പററി ആയിട്ട് താമസിക്കുന്ന കാര്യമല്ല. 2020 മുതൽ നമ്മളിപ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ ബാംഗ്ലൂർ സിൻസ് 2020 എന്ന് പറയണം. ഇനി നിങ്ങളുടെ സ്വന്തം സ്ഥലം കേരളമാണ്, ജനിച്ചത് അവിടെയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ പറയും? അപ്പോൾ പറയണം ഐ കം ഫ്രം കേരള, ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത് എന്ന് വെച്ചാൽ എൻ്റെ നേറ്റീവ് പ്ലേസ് കേരളമാണെന്നാണ് അർത്ഥം. ഇപ്പൊ അവള് താമസിക്കുന്നത് ചെന്നൈയിലാണ് 2020 മുതൽ. അപ്പോഴോ ഷീ ഹാസ് ബീൻ ലിവിങ് ഇൻ ചെന്നൈ സിൻസ് 2020 എന്ന് പറയണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനും ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സിനൊക്കെ നിങ്ങൾക്ക് ചേരാവുന്നതാണ്. ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന്റെ Day 7 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കാണുക കേട്ടോ. ഇപ്പോൾ ഒരാൾ പഠിക്കാൻ പോയി, ചെന്നൈയിൽ കുറച്ച് നാളത്തേക്ക് പഠിക്കാൻ പോയി, അവിടെ സിസ്റ്ററിന്റെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ എങ്ങനെ പറയും? ഇനി നിങ്ങൾ ജനിച്ച സ്ഥലം ബോംബെയിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ അത് എങ്ങനെ പറയും? ഒരു 10 വർഷമായിട്ട് ഞാൻ കേരളത്തിലാണ് താമസം. അപ്പോഴോ ഇനി അവൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് പറയാനാണെങ്കിലോ 2020